കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് TV-യിലേക്ക് നിസ്സീവുമായ സ്വാഗതം. ഓം ഭുവർ സ്വാഹ തസ്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭുവർ സ്വാഹ തസ്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈ ഒരു മീറ്റർ പല ആൾക്കാരും കമന്റ് ചെയ്തത് ഗായത്രി മന്ത്രത്തിൻ്റെ പ്രയോജനമെന്ത്, അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രയോജനങ്ങളാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബലം നൽകുന്നതായിട്ടുള്ള ഒരു മീറ്റർ, ഒരു ഛന്ദസ് ആണ് ഗായത്രി. ഗായത്രി ഒരുപാടുണ്ടല്ലേ. നിങ്ങൾക്കറിയാവുന്ന, നമ്മൾക്കറിയാവുന്ന ഒരുപാട് ഗണപതി ഗായത്രി ഉണ്ട്, ദുർഗാ ഗായത്രി ഉണ്ട്, ഭദ്രകാളി ഗായത്രി ഉണ്ട്, വിഷ്ണു ഗായത്രി ഉണ്ട്. അങ്ങനെ ഗായത്രികൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഗായത്രിയാണ് സൂര്യ ഗായത്രി സവിത അല്ലേ. നിങ്ങളൊക്കെ അറിയാം, ഗായത്രി കൊണ്ട് നമുക്ക് ഏതൊരു രോഗവും മാറ്റാൻ പറ്റും. ഗായത്രി കൊണ്ട് ഏതൊരു പാപത്തെ നമ്മളിൽ നിന്ന് മാറ്റാൻ പറ്റും. ഗായത്രി കൊണ്ട് സർവ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ പറ്റും. ഗായത്രി കൊണ്ട് പ്രായശ്ചിത്ത പരിഹാരം ചെയ്യാൻ പറ്റും. ഗായത്രി കൊണ്ട് ആയുസ്സിനെ വരെ കൂട്ടാൻ പറ്റും. ഗായത്രി കൊണ്ട് ജോലിയിൽ അല്ലെ ശരീരത്തിന് പവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗായത്രി കൊണ്ട് ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗായത്രി കൊണ്ട് ദേഷ്യം കുറപ്പിക്കാൻ പറ്റും. ഗായത്രി കൊണ്ട് പ്രേമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ സത്കർമ്മത്തിനും ഉപരിയായിട്ടുള്ള ഒരു ഛന്ദസ്സാണ് ഗായത്രി. ഓം ഭുവർ സ്വാഹ തത്സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ധി എന്ന് പറഞ്ഞ ബുദ്ധി ന, മനീഷ എന്ന് പറയുന്ന സംസ്കൃതത്തിൽ ബുദ്ധി ന. ആ ധിയെ ഉണർത്തുക. ആ ശ്വാസപ്രക്രിയയിലൂടെ നമ്മൾ തന്നെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഓമെന്ന് 3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ എടുത്തെടുത്തിട്ട് ശ്വാസം വിച്ഛേദിക്കാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആത്മാവിന് ശുദ്ധി ഉണ്ടാവും, അന്തരംഗത്തിന് ശുദ്ധി ഉണ്ടാവും, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് ശുദ്ധി ഉണ്ടാവും. ഒരു ദുർഗന്ധം പോലും വായിൽ കൂടെ വമിക്കത്തില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പവറാണ് ഓം ഭുവർ സ്വാഹ. ഓരോ അക്ഷരങ്ങൾക്കും പവറുണ്ട്. ഇതൊക്കെ മന്ത്രങ്ങളാണ്. അത് സാധനകൾ കൊണ്ടേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. മന്ത്രങ്ങൾക്ക് ഏതായാലും ശബ്ദ തരംഗങ്ങൾക്ക് പവറുണ്ട്.
സംശയമില്ലാത്ത അന്തരീക്ഷത്തിൽ കൂടി എവിടെ വരെ വേണമെങ്കിലും ചെന്ന് തട്ടാവുന്ന സാധനമാണ് ഗായത്രി ഛന്ദസ് മീറ്റർ. ആ മീറ്ററിൽ ചെല്ലുമ്പോഴാണ് മന്ത്രങ്ങൾക്കും ഒക്കെ ശക്തി ഉണ്ടാകുന്നത്. മന്ത്രങ്ങൾക്ക് ശക്തി പകരുവാൻ ഗായത്രി നിത്യേന ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ജീവാത്മാവിനെ പരമാത്മാവിനെ ഉത്തേജിപ്പിക്കാൻ, നമ്മുടെ കുണ്ടലിനിയെ ഉണർത്താൻ ഗായത്രി മതി. ഒരു രോഗങ്ങൾ ഉണ്ടാകത്തില്ല. ഈവൻ ഒരു പനി പോലും, മഴ നനഞ്ഞാൽ പോലും ഒരു പനി ഉണ്ടാകത്തില്ല ഗായത്രി നിത്യേന ജപിക്കുന്ന ഒരാൾക്ക്. അത്രയ്ക്ക് മൈൻഡ് പവർ, അത്രയ്ക്ക് ശ്രേഷ്ഠമായ, അത്രയ്ക്ക് ഏകാഗ്രമായ, അത്രയ്ക്ക് ബുദ്ധിമത്തായിട്ടുള്ള, അത്രയ്ക്ക് നമുക്ക് തലയ്ക്കുള്ള എല്ലാ ഭാരങ്ങളെ ഒഴിച്ചു മാറ്റി വെക്കാൻ, ടെൻഷനായിട്ടുള്ള ഭാരങ്ങളെ മാറ്റി ഒഴിച്ചു വെക്കാൻ പവറുള്ള ഛന്ദസ്സാണ് ഗായത്രി എന്ന് പറയുന്നത്. ഇത്ര ശക്തിമത്തായിട്ടുള്ള ഒരു ഛന്ദസ് നമ്മുടെ ഒരു ഇതിഹാസങ്ങളിലോ ഒരു ഗ്രന്ഥങ്ങളിലോ ഒന്നുമില്ല. അതാണ് ഗായത്രി ജപിച്ച് 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 നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ ഒരിടത്തും ഒരാളെടുക്കലും ഒരു മാന്ത്രിന്റെ എടുക്കലും ഒരാളുടെ എടുക്കലും തല കുനിയേണ്ടി വരില്ല. ആളിന്റെ കണ്ണിൽ നോക്കിയാൽ അറിയാം, പ്രഭയുള്ളവനായിരിക്കും. തേജസ്, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഗായത്രി നല്ലതാണ്. മുഖത്തിന്റെ തേജസ്, സൗന്ദര്യം എന്ന് വെച്ചാൽ വെളുപ്പിലോ കറുപ്പിലോ ഒന്നുമില്ല. ആളിന്റെ തേജസ്സാണ് സൗന്ദര്യം, അല്ലേ? അവിടെയാണ് സൗന്ദര്യം. അങ്ങനെ സൗന്ദര്യം വരെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ള ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു മന്ത്ര പ്രയോഗത്തിലെ ഒരു ഛന്ദസ്സാണ് ഗായത്രി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.